ദിവ്യസ്വരൂപികൾക്ക് വിനീതമായ നമസ്കാരം. ഇപ്പോൾ നമ്മുടെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും ആപേക്ഷികങ്ങളാണ്. മറ്റു പലതിനെയും ആശ്രയിച്ചുള്ള ഒരു സുഖത്തെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ അറിയുകയുള്ളൂ. എന്നാൽ ആത്മന്യേവാത്മനാ തുഷ്ട, ആത്മാവിനെ കൊണ്ട് ആത്മാവ് തന്നെ സന്തോഷിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സടങ്ങിയാൽ ഉണ്ടാകും. അതാണ് യഥാർത്ഥ സുഖം. അതിനാൽ ഇപ്പോഴുള്ള ഈ സുഖത്തെയും ഈ ദുഃഖത്തെയും നാം കാര്യമാക്കേണ്ടതില്ല. ഇത് യഥാർത്ഥമായ സുഖം അല്ലതാനും. ഒരു വസ്തു, ഇഷ്ടപ്പെട്ട ഒരു വസ്തു കിട്ടുമ്പോൾ നമുക്ക് സുഖവും അത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖവും ഉണ്ടാകും. ഇതാണ് അവസ്ഥ. അതിനാൽ നാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കവി പറയുന്നു, സന്തോഷം സന്താപമെല്ലാം വസ്തുതന്ത്രത്തെ ആശ്രയിക്കുന്നു. വസ്തു സംയോഗം സുഖം വിയോഗം യഥാ ചിത്തം നിയന്ത്രിക്കുകയെന്നും. ആ ഒരു വസ്തുവിനെ കിട്ടിയപ്പോൾ നമുക്ക് സന്തോഷം തോന്നി. വസ്തു സംയോഗം സുഖം വിയോഗം വ്യഥ, ഇതാണല്ലോ അവസ്ഥ. അതിനാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം. എന്നിട്ട് ഈ വസ്തുക്കളോടുള്ള മോഹം നാം ഉപേക്ഷിക്കണം. എന്നിട്ട് മനസ്സ് നിശ്ചലമാകുമ്പോൾ പരമമായ സുഖമായിരിക്കും നമുക്ക് അനുഭവമാവുക. ആ സുഖം നമുക്ക് ലഭിക്കണമെങ്കിൽ, യഥാർത്ഥത്തിലുള്ള സുഖം നമുക്ക്, അക്ഷയമായ സുഖം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ചാഞ്ചല്യം ഇല്ലാതായേ പറ്റൂ. വസ്തുക്കളുടെ പുറകെയുള്ള ഓട്ടം, അതിനെ കൈവരിക്കാനുള്ള തത്രപ്പാട്, അത് നഷ്ടപ്പെടുമോ എന്ന ഭയം, നഷ്ടപ്പെട്ടാൽ തീരാത്ത വ്യഥയും, ഇതിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നാം തന്നെ നിയന്ത്രിക്കണം. നിയന്ത്രണമുള്ള മനസ്സിന് മാത്രമേ ലക്ഷ്യത്തിലേക്ക്, പരമാത്മാവാകുന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സന്തോഷം സന്താപമെല്ലാം വസ്തുതന്ത്രത്തെ ആശ്രയിക്കുന്നു. വസ്തു സംയോഗം സുഖം വിയോഗം യഥാ ചിത്തം നിയന്ത്രിക്കുകയെന്നും. വസ്തു വന്നു ചേരുമ്പോൾ സന്തോഷവും വിയോഗം വരുമ്പോൾ വ്യഥയുമാകുന്നു. അതിനാൽ ആ ചിത്തത്തെ അല്ലെങ്കിൽ ആ മനസ്സിനെ നാം നിയന്ത്രണ വിധേയമാക്കണം. അത് നിയന്ത്രിക്കുമ്പോൾ മാത്രമേ ശാശ്വതമായ സുഖം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യ ജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ്. അതിന് തോന്നിയ വഴിക്ക് പോകാതെ അതിനെ പരമമായ ലക്ഷ്യത്തിലേക്ക്, അതായത് മനസ്സിൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തേക്ക് തിരിഞ്ഞുള്ള ഒരു യാത്ര കൊണ്ട് മാത്രമാണ്, ആ തിരിഞ്ഞുള്ള യാത്രയാണ് ചിത്തം നിയന്ത്രിക്കുക എന്ന് പറയുന്നത്, മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. മനോനിയന്ത്രണമുള്ള ഒരാൾക്ക് മാത്രമേ ശാശ്വതമായ സുഖത്തെ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരമമായ സുഖം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രണ വിധേയം ആക്കുക തന്നെ വേണം. അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നമ്മൾ നിരന്തരം മനനം ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. സന്തോഷം സന്താപമെല്ലാം വസ്തുതന്ത്രത്തെ ആശ്രയിക്കുന്നു. വസ്തു സംയോഗം സുഖം വിയോഗം യഥാ ചിത്തം നിയന്ത്രിക്കുമെന്നും.